അത് എവിഡൻസ് എല്ലാം ഉണ്ടാക്കി വെച്ചാണെങ്കിൽ ഓല ചെയ്യൂലല്ലോ. അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ എവിഡൻസ് എല്ലാം തന്നെ ഇല്ലാതെ തന്നെയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രദ്ധിച്ചാൽ എവിഡൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഒന്ന് ഖബർ കെട്ടിപ്പൊന്തിക്കുന്ന ഏർപ്പാട്. ഇത് ലോകത്ത് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷിയാക്കളാണ്. നിങ്ങൾക്ക് എല്ലാ ഇടത്തും കാണാൻ കഴിയും. ഷിയാക്കളാണ് ഇത് ലോകത്ത് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിയാക്കളും അഹ്ലുസുന്നയും തമ്മിലുള്ള അഭിപ്രായാന്തരങ്ങളിൽ ഒന്നുകൂടിയാണത്. ആ ഷിയാക്കൾ എവിടെ നിന്നുണ്ടായി? ഷിയായിസത്തിൻ്റെ തലച്ചോറ് എവിടെ നിന്നാണ്? അത് പരിശോധിച്ചാൽ ചരിത്രത്തിലൂടെ പിന്നിലേക്ക് പോയാൽ അബ്ദുല്ലാഹിബിൻ സബയിലെത്തിച്ചേരും നമ്മൾ. യമനി ജൂതനായ അബ്ദുല്ലാഹിബിൻ സബ മുസ്ലിം സമൂഹത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹം കുറച്ചു കാലം ഇസ്ലാമിൻ്റെ ആളായി വളരെ സജീവമായി പ്രവർത്തിക്കുകയും കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ക് വല്ലാതെ പ്രചരിപ്പിക്കുകയും പ്രവാചക സ്നേഹം പറഞ്ഞ് ആ പ്രവാചകനെ സ്നേഹിക്കണമെങ്കിൽ പ്രവാചകൻ്റെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കണമെന്നും അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് അലിയായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ്റെ പിൻഗാമിയാകേണ്ടത് എന്നും അത് തട്ടിയെടുക്കപ്പെട്ടതാണെന്നും ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിത്വം ഖലീഫയായി നിലനിൽക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വാർദ്ധക്യം ബാധിച്ചയാളാണെന്നും ജരാനരകൾ ബാധിച്ചയാളാണെന്നും അതുകൊണ്ട് തന്നെ മസ്തിഷ്കം വരണ്ടു പോയിട്ടുണ്ടെന്നും അദ്ദേഹം ഏറെ സ്വജനപക്ഷപാതിയാണ് എന്നും ഇത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം അലി റളിയല്ലാഹു അൻഹു ആണ് വരേണ്ടത് എന്നുമെല്ലാം വാദിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. സ്വാഭാവികമായും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞൊരു സമയത്തായതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തർബിയത്ത് വേണ്ട രൂപത്തിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു സമൂഹവും പിൽക്കാലഘട്ടത്തിലുണ്ടായ സമൂഹത്തിലെ ചിലരുമെല്ലാം ഇയാളുടെ വാക്കുകളിൽ ആകൃഷ്ടനാവുകയും അതിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്തതിന് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തിൻ്റെ ശേഷം ഇതിൻ്റെ ഒരു പിന്തുടർച്ചയായിക്കൊണ്ടാണ് ഈ ഖവാരിജുകളും അതേപോലെ തന്നെ അലിയുടെ കക്ഷിയുടെ ആളുകൾ എന്നുള്ള രൂപത്തിൽ ഷിയാക്കളുമെല്ലാം രൂപക്കൊള്ളുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ജൂതൻ്റെ തലച്ചോറിൽ നിന്നാണ് ഇത് വരുന്നത് എന്നാണ്. അതിങ്ങനെ അങ്ങോട്ട് വന്നാൽ നമ്മൾ വളരെ കൃത്യമായി ഇപ്പോൾ കേരളത്തിലെ തന്നെ ജാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ കൊണ്ടോട്ടി ജാരം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ആർക്കിടെക്ചർ പോലും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഷിയ ആർക്കിടെക്ചറാണ് അത് എന്ന്. അതിൻ്റെ മൂലത്തിലേക്ക് പോയാൽ കൊണ്ടോട്ടി തങ്ങന്മാർ എവിടെ നിന്ന് എന്നുള്ള പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഷിയ ബേസിൽ നിന്നാണ് അവർ കടന്നു വരുന്നത് എന്ന്. കേരളത്തിൽ മുസ്ലിം നവോത്ഥാനം നടക്കുന്നതിന് മുമ്പ് ഏറെ പാടപ്പെട്ടിരുന്ന പാട്ടുകളിൽ പെട്ടതാണ് കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടുമെല്ലാം. കുപ്പിപ്പാട്ടും പക്ഷിപ്പാട്ടുമെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക പക്ഷിപ്പാട്ട് എടുത്താൽ ഒരു അക്ബർ സദക്ക എന്ന് പറഞ്ഞൊരു പക്ഷിനെ പറ്റിയുള്ള പാട്ടാണ്. ആ അക്ബർ സദക്ക എന്നുള്ള പക്ഷി ആ പക്ഷിപ്പാട്ടിൻ്റെ ആകെ സാരം എന്താണെന്ന് വെച്ചാൽ സഹാബിമാർ മുഴുവനും അധാർമികരാണെന്നും മറിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും മാത്രമാണ് അതിൽ വേറിട്ട് നിൽക്കുന്നത് എന്നും ഹസൻ ഹുസൈനെ വിഗ്രഹവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. നിങ്ങൾ നോക്കുക, അതേപോലെ തന്നെ അതിന് കുപ്പിപ്പാട്ടിൻ്റെ സ്ഥിതി. കുപ്പിപ്പാട്ടൊരു കുപ്പി പറ്റി പിടിക്കുന്നതാണ് ഒരു ശരീരത്തിൽ. അങ്ങനെ ആ കുപ്പി എടുത്തു മാറ്റണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും സിന ചെയ്തിട്ടില്ലാത്ത ഒരാൾ വേണമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതൽക്ക് ഓരോ സഹാബിമാരും വരികയും പരാജയപ്പെട്ട് പിന്മാറുകയും അവസാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ കുപ്പിയെ മാറ്റിയെടുക്കാൻ കഴിയുകയും ചെയ്ത കഥയാണ് അതിൽ പറയുന്നത്. ഞാൻ പറയുന്നത് കേരളീയ സമൂഹത്തിൽ കേരളത്തിൽ ഒരിക്കലും ഷിയാക്കൾ ഒരു സൊസൈറ്റിയായി നിലനിന്നിട്ടില്ല. പക്ഷേ കേരളത്തിലെ സാധാ സുന്നികൾ പാടിക്കൊണ്ടിരുന്ന പക്ഷിപ്പാട്ടിൻ്റെയും കുപ്പിപ്പാട്ടിൻ്റെയും അവസ്ഥയാണിത്. ഇനി നമ്മൾ നോക്കുക, ജാറങ്ങളുടെ ഫോട്ടോകൾ കലണ്ടറുകളിൽ അച്ചടിച്ച് വരുന്ന ഫോട്ടോകൾ, ആ കലണ്ടറിൽ അച്ചടിച്ച് വരുന്ന ഫോട്ടോകളിൽ പോലും നിങ്ങൾ കാണുക അള്ളാഹു മുഹമ്മദ് ശേഷം അലി ഫാത്തിമ ഹസൻ ഹുസൈനാണ്. അബൂബക്കറും ഉസ്മാനും പിന്നെ ഉമറും ഒന്നും കലണ്ടറിൽ കാണൂല. എവിടെ നിന്ന് അത് വരണത്? അത് മനസ്സിലാകാൻ വളരെ കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇത് തന്നെയാണ് ആ ഷിയായിസം. ഷിയാക്കളാണ് ലോകത്തെല്ലായിടത്തും ഈ ഖബർ പൂജയുടെ ആശയം പഠിപ്പിച്ചത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്ത് പറഞ്ഞത്, ജൂത ക്രൈസ്തവരെ അള്ളാഹു ശപിക്കട്ടെ, അവർ അവരുടെ ഖബറിടങ്ങളെ, പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാലയങ്ങളാക്കി. അവ ജൂതന്മാരുടെ പ്രത്യേകിച്ചുള്ള ഒരു ഏർപ്പാടായിരുന്നു ഇത് എന്നാണ് മനസ്സിലാവുന്നത്. അതിന്നും തുടരുന്നുണ്ട്. ആ ജൂതന്മാരിൽ നിന്ന് ജൂത സമുദായത്തിൻ്റെ ആ ആദർശത്തിൻ്റെ സന്തതി ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ വേണ്ടി തന്നെ ഒരു സ്യൂഡോ മുസ്ലിമായി, ഒരു കപടനായി രംഗത്ത് വന്ന അബ്ദുല്ലാഹി ഇബ്നു സബാ, അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഷിയാക്കൾ, അവരിലൂടെയാണ് ലോകത്തെങ്ങും കേരളത്തിലടക്കം ഇതുണ്ടായി വന്നത് എന്നാണ് ചുരുക്കം. നിങ്ങളുടെ ഗവേഷണത്തിനു വേണ്ടി ഈ വിഷയം വീണ്ടും ഞാൻ വിടുകയാണ്. കാരണം ഇത് വലിയ നല്ലൊരു ഗവേഷണത്തിൻ്റെ വിഷയമാണ്. തീർച്ചയായും ഇത് എൻ്റെ ഒരു പരന്ന വായനയിൽ നിന്നുണ്ടായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വിഷയത്തിൻ്റെ പരിധിയിലേക്ക് ഇത് വരാത്തതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് കേരളീയ സമൂഹത്തിൻ്റെ മുൻപുള്ള മാപ്പിള സമൂഹത്തിൻ്റെ ഫോക്ക്ലോറുകളിലേക്കും അതേപോലെ തന്നെ പാട്ടുകളിലേക്കും അവിടുത്തെ സംസ്കാരങ്ങളിലേക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിയ ആർക്കിടെക്ചറും കേരളത്തിലെ ജാറങ്ങളുടെ ആർക്കിടെക്ചറും അടക്കമുള്ള വിഷയങ്ങളും പഠനവിധേയമാക്കിയാൽ ഇക്കാര്യം ബോധ്യപ്പെടും, മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗേൾസിൻ്റെ ഭാഗത്ത് അസ്സലാമു അലൈക്കും സർ, ഞാൻ ഷഫ്ന, എൻജിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. എനിക്ക് 3 ക്വസ്റ്റ്യൻസാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിശ്വസിക്കുന്നു അള്ളയാണ് സൃഷ്ടാവെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിന് നമ്മൾ മനുഷ്യ ക്ലോണിങ് എന്ന് അടിവരയിട്ട് എതിർക്കണം? അത് വരട്ടെ എന്നല്ലേ പറയണ്ടേ? നമുക്കറിയാം അത് ഒരു തള്ളിപ്പോകുന്ന കാര്യമല്ലേ, പിന്നെ നമ്മൾ എന്തിനാ അതിനെ ഇത്ര പേടിക്കുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പം ഇതുവരെ സംസാരിച്ചെന്ന് മനസ്സിലായി. ഒരു ചോദ്യമല്ല നല്ലത്. സമയമുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റികളുമായി നിങ്ങൾക്ക് വീണ്ടും ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ഓരോരുത്തരും ഒരുപാട് ചോദ്യങ്ങളുമായി വന്ന പ്രശ്നവും മനുഷ്യ ക്ലോണിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ചോദ്യത്തിന് ഷഫ്ന ഉന്നയിച്ച ആ വിഷയം ഇവിടെ അക്ബർ സാഹിബ് വിശദീകരിക്കും. ശരി സർ. അള്ളാഹുവാണ് സൃഷ്ടാവെങ്കിൽ പിന്നെ എന്തിനാ ക്ലോണിങ്ങിനെ പേടിക്കണതെന്ന്? ക്ലോണിങ്ങിനെ പേടിച്ചതല്ല, മനുഷ്യ ക്ലോൺ ഉണ്ടാക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ടല്ല, മറിച്ച് അതിൻ്റെ നൈതിക പ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങളാണ് പണ്ഡിതന്മാർ ഉന്നയിച്ചിട്ടുള്ളത്. അത് മുസ്ലിങ്ങൾ മാത്രം ഉന്നയിച്ചതല്ല, ശാസ്ത്രലോകത്തുള്ള ശാസ്ത്രദാർശനികരായ ശുദ്ധ ഭൗതികവാദികൾ പോലും ഉന്നയിച്ച പ്രശ്നമാണ്. അതിൻ്റെ ഒരു നൈതികത, അതിൻ്റെ നീതിശാസ്ത്രം, അതിൻ്റെ ധാർമ്മികത. തീർച്ചയായും മനുഷ്യനെ ക്ലോൺ ചെയ്യാൻ കഴിയുക എന്നുള്ളത്, ഒരാൾ മനുഷ്യനെ ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ ആരെങ്കിലും പങ്കാളിയായി എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. നമുക്ക് തന്നെ, എൻ്റെ സഹോദരി ഷഫ്നക്ക് തന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായോ എന്ന് സംശയം. മനുഷ്യനെങ്ങാനും ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പടച്ചോണ്ടെന്ന് പറഞ്ഞ് നടക്കണതിൽ വലിയ അർത്ഥമൊന്നുമില്ലല്ലോ എന്ന് തോന്നുന്നുവോ എന്ന് സംശയം. സത്യത്തിൽ ക്ലോണിങ്ങിനെ കുറിച്ച് നമുക്കുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇതുണ്ടാവണത്. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിലുള്ള ഒരു ഇടപെടലോ അതല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടി നിർവഹിക്കലോ ഒന്നുമല്ല, മറിച്ച് പ്രകൃതിയിൽ മനുഷ്യന് കഴിയുന്ന ഒരു ഇടപെടൽ മാത്രമാണ്. ഇടപെടലുകൾ മനുഷ്യന് പല രൂപത്തിൽ കഴിയും. പ്രകൃതിപരമായി ഉണ്ടാകുന്ന ചെടികളിൽ മാങ്ങ ചെടിയാണെങ്കിൽ ആ മാവിൽ ഒരൊറ്റ സ്പീഷീസിൽപ്പെട്ട ഒരൊറ്റ വർഗത്തിൽപ്പെട്ട മാങ്ങകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്പീഷീസ് അല്ല, ഒരു വർഗത്തിൽപ്പെട്ട മാങ്ങയുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ മനുഷ്യൻ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനസ്സിലാക്കി 2 മാവ് ജാതികൾ, ആ 2 മാവ് ജാതികളെ കൂട്ടിയൊട്ടിച്ചുകൊണ്ട് ഒരേ മാവിൽ തന്നെ 2 തരം മാങ്ങകൾ വേണമെങ്കിൽ വിളയിച്ചെടുക്കാമെന്ന്. ഇത് പ്രകൃതിയിലെ ഒരു ഇടപെടലാണ്. ഈ ഇടപെടൽ മനുഷ്യന് കഴിയും. മനുഷ്യന് പഠിച്ചോൻ അത് കൊടുത്തത് കൊണ്ടാണ് മനുഷ്യന് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞത്, മനുഷ്യന് ഭൂമിയിൽ സംസ്കാരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്. അവിടെ ഇതേപോലെയുള്ള ഒന്നാണ് യഥാർത്ഥത്തിൽ ക്ലോണിങ്ങും. ക്ലോണിംഗ് എന്നല്ല, ലോകത്ത് എന്ത് ശാസ്ത്രീയമായ ഒരു പുതിയ പഠനമുണ്ടായാലും